അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നിങ്ങൾ ഈ കമന്റ് കണ്ടോ? വൃദ്ധസദനത്തിലെ ഒരു വീഡിയോ കാണുന്ന സമയത്ത് അതിന് താഴെ വന്നൊരു കമന്റാണ്: ഞാൻ എൻ്റെ മക്കളെ നല്ല രീതിയിൽ വളർത്തുന്നുണ്ട്, നല്ല രീതിയിൽ നോക്കുന്നുണ്ട്, എൻ്റെ മക്കൾക്കൊരു കുറവ് പോലും ഇല്ലാതെ അവരെ ഞാൻ വളർത്തുന്നുണ്ട്, എന്നെയും എൻ്റെ മക്കൾ ഞാൻ വലുതായ സമയത്ത് ഇതേപോലെ നല്ല രീതിയിൽ എൻ്റെ മക്കൾ എന്നെ വളർത്തിയാൽ മതി എന്നാണ് ആ അമ്മയിട്ട കമന്റ്. ശരിക്കും പറഞ്ഞ നമ്മുടെ ഈ കാലഘട്ടത്തിൽ മക്കൾക്ക് മാതാപിതാക്കളെ പേടിയില്ലാത്ത ഭയമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണുന്നുണ്ട്: അൻതലിദ അമതു റബ്ബതഹ, അടിമ ഉടമയെ പ്രസവിക്കാം. അടിമ ഉടമയെ പ്രസവിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാല് മാതാപിതാക്കളെ മക്കൾ ഭരിക്കുന്ന ഒരു കാലഘട്ടം. മാതാപിതാക്കൾ പറഞ്ഞ ഒരു കാര്യം മക്കൾ ശ്രദ്ധിക്കൂല, മക്കൾ വകവെക്കൂല. എന്നാലോ മക്കൾ പറഞ്ഞ കാര്യം മാതാപിതാക്കൾ കേട്ടില്ല എങ്കിൽ ആ മാതാപിതാക്കളെ അടിക്കുന്ന, ആ മാതാപിതാക്കളെ വധിച്ചു കളയുന്ന ഒരു മക്കൾ, അങ്ങനെയുള്ള മക്കൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം വരും. അത് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണി പറയുമ്പോൾ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് മക്കളെ പേടിയാണ്. തൻ്റെ മക്കൾ തെറ്റ് ചെയ്താൽ ആ മക്കളെ തിരുത്താൻ പോലും സാധിക്കാത്തൊരു കാലഘട്ടമാണ്. പ്രിയപ്പെട്ട മക്കളോട് ഒരു കാര്യം പറയാനുള്ളത്: തൻ്റെ മാതാപിതാക്കൾ കൊടുക്കേണ്ട ബഹുമാനം, ആദരവ് കൊടുത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും നാളെ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. മാതാപിതാക്കളെ ഏത് രീതിയിലാണ് നമ്മൾ കുറ്റപ്പെടുത്തുന്നത്, മാതാപിതാക്കളെ ഏത് രീതിയിലാണ് പ്രയാസപ്പെടുത്തുന്നത്, അതേപോലെ തന്നെ നമ്മൾ ആ പദവിയിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മക്കള് നമ്മളോടും അതുപോലുള്ള ക്രൂരതകൾ കാണിക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോസുകൾ കാണുന്നവരാണ്. വൃദ്ധസദനങ്ങളിൽ മാതാപിതാക്കളെ ഒഴിവാക്കി പോകുന്ന ഒരുപാട് മക്കൾ. തീർച്ചയായിട്ടും ഓരോ മാതാപിതാക്കളും തൻ്റെ നല്ല പ്രായത്തിൽ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരാണ്, മക്കൾക്ക് വേണ്ടി പ്രയാസങ്ങൾ അനുഭവിച്ചതാണ്, മക്കൾക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകളും യാതനകളും വേദനകളും സഹിച്ചവരാണ്. ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ ആ നല്ല പ്രായത്തിൽ അവർ മാറ്റിവെച്ചിട്ടുണ്ട്. അത് തന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ കാലഘട്ടത്തെ താൻ എന്തോ നേടിയെടുത്തെന്ന് തോന്നുമ്പോൾ, താൻ വലുതായെന്ന് തോന്നുമ്പോൾ, എനിക്ക് 18 വയസ്സായി എന്തും ചെയ്യാം എന്ന രീതിയിലേക്ക് ചിന്താഗതി മാറുമ്പോൾ, സ്വന്തം മാതാപിതാക്കളെ പോലും തള്ളി മാറ്റുന്ന, അവരെ ഒഴിവാക്കി കളയുന്ന, സ്വന്തം മാതാപിതാക്കൾ ഭാരമായി എന്ന് കരുതിയിട്ട് വൃദ്ധസദനങ്ങളിലും റോഡരികിലും ഉപേക്ഷിച്ചു പോകുന്ന ഒരുപാട് മക്കളുണ്ട്. പ്രിയപ്പെട്ടവരോടൊരു കാര്യം പറയാനുള്ളത്: മാതാപിതാക്കളോട് കാണിക്കേണ്ട മര്യാദകൾ കാണിക്കാതെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ദോഷഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നടന്നു പോകുന്ന സമയത്ത് അറിയാതെ വൈദ്യുതി വീണപ്പോ പടച്ചുറബ് മൂസാ നബിയോട് പറയുന്നുണ്ട്: മൂസ, നീ സൂക്ഷിക്കണം, ഇന്നു മുതൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്റെ ഉമ്മ നിന്റെ കൂടെ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അത്രക്കും മാതാപിതാക്കൾക്ക് മഹത്വം ഓരോ മക്കളും കൊടുക്കേണ്ടതുണ്ട്. മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടതുണ്ട്, ആദരിക്കേണ്ടതുണ്ട്. അവരോട് ചേ എന്നൊരു വാക്ക് പോലും പറയാൻ പാടില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളെ സ്നേഹിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന നല്ല മക്കളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.